നിലവാരമില്ലാത്ത ആളുകളുടെ 5 ശീലങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ശീലം തന്നെ, മറ്റുള്ള ആളുകളിലെ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നെഗറ്റീവ് ആക്കി കണ്ടുകൊണ്ട് മറ്റുള്ളവരെ വില കുറച്ച് സംസാരിക്കുന്ന ഒരു ശീലമുള്ളവർ ആണെങ്കിൽ അതൊരു നിലവാരം കുറഞ്ഞ ശീലമായിട്ട് നമുക്ക് കരുതാം. രണ്ടാമത്തെ കാര്യം, എന്തൊരു ടോപ്പിക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എപ്പോഴും നെഗറ്റീവ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചുള്ള നല്ല വശങ്ങളെ കുറിച്ചിട്ടൊന്നും അവരൊരിക്കലും സംസാരിക്കാൻ താല്പര്യപ്പെടില്ല. മൂന്നാമത്തെ കാര്യം, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടുകളും നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് അനുഭവങ്ങളും അപകടങ്ങൾ ഇതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങളൊന്നും അവർക്ക് സംസാരിക്കാനുണ്ടാവില്ല. കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപകടം, മരണം ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. നാലാമത്തെ കാര്യം, തന്നേക്കാൾ മികച്ച രീതിയിൽ ജീവിക്കുന്ന ആളുകളോടുള്ള അസൂയ മനോഭാവം, പ്രത്യേകിച്ച് കുടുംബക്കാരോട്, അയൽവാസികളോടൊക്കെ തന്നേക്കാൾ നല്ല രീതിയിൽ പോകുമ്പോഴത്തേക്ക് അസൂയ കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അഞ്ചാമത്തെ കാര്യം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്വഭാവമാണ്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തമ്മിലടുപ്പിക്കുന്ന ശീലമുള്ളവർ. എന്നിട്ട് ഇവരിങ്ങനെ അവർ തമ്മിലടിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നിന്ന് നോക്കി എൻജോയ് ചെയ്യും. ഇത്തരം ആളുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.